जयाय मुनतिरवनचारी जय कुञ्ज बिहारी जय राधा माधवा जय कुञ्ज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम नमो भगवते वासुदेवाय. ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः. श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. അജ്ഞാനമാകുന്ന കടും തിമിരത്തോടു കൂടിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ആധ്യാത്മിക ഗുരുനാഥൻ വിജ്ഞാനമാകുന്ന ദീപശിഖ കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറന്നു. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ സാദര നമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപതകമലം. ശില്പമാതാജി. वन्देऽहं श्रीगुरु श्रीयुतपथकमलं श्रीगुरु वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं श्रीकृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगण ललिता श्रीविशाखान्वितांश्च. हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्ता नमोस्तुते. तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्त वृंद. हरे कृष्णा 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 हरे 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 राम 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 हरे हरे. വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായം അതീന്ദ്രിയ ജ്ഞാനം. നമ്മളുടെ സാധാരണഗതിയിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാവുന്നതിലുപരിയായിട്ടുള്ള ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനത്തിലേക്ക് സ്വാഗതം. അതിലെ നമ്മൾ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന എത്ര ശ്ലോകം വരെ വന്നു? ശ്രീ ഭഗവാൻ ഉവാച ബഹൂനിമാം വിദിതാനി. അവിടെ 6 എനിക്ക് തോന്നുന്ന ഹോംവർക്കായിട്ട് വന്നു. 6 വരെ നമ്മൾ ചെയ്തു. 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ നോക്കി. അപ്പം അവിടെ ആ 1 മുതൽ 6 വരെയുള്ള ശ്ലോകങ്ങൾ ഭഗവാനെ കുറിച്ചിട്ടുള്ളതാണ്. ഇത് ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവാണ്. 15 വരെ അതീന്ദ്രിയമായ ജ്ഞാനം, അതായത് ഭഗവാന്റെ വിഭൂതികളെ പറ്റിയാണ് പറയുന്നത്. എന്തൊക്കെയാണ്, ആരാണ് ഭഗവാൻ, എന്താണെന്നുള്ളത്. ഞാനൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, നോക്കിയായിരുന്നു? എല്ലാം കൂടെ അവസാനം കൊണ്ടുവെക്കണ്ട. അമൃത മാതാജി നോക്കിയായിരുന്നു? കുറച്ച് നോക്കിയിട്ടുണ്ട് പ്രഭു. അത്രേ ഉള്ളൂ, ഇത്തിരി ഉള്ളതിനകത്ത്. ഓക്കെ. അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് കഴിഞ്ഞാല് എന്തായിരുന്നു? കൃഷ്ണാബോധത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. യെസ്. കൃഷ്ണാബോധം എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്? ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. ചിലപ്പോഴൊക്കെ അതെന്താണ്?
പറഞ്ഞോളൂ മാതാജി. പറയാനാണ്. ഹരേ കൃഷ്ണ. ആ കൃഷ്ണാവബോധം എങ്ങനെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്നാണ് പറയാനുള്ളത്. അതിന് മുമ്പ് ആദ്യം അറിയേണ്ടത് എന്താണ് കൃഷ്ണാവബോധം എന്ന് അറിയണം. കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ഈശ്വരനെ അറിയുക എന്നതാണ്. ഇന്ന് എല്ലാവരും ഭൗതിക പ്രകൃതിയുടെ മായയാല് അടിമപ്പെട്ട് ഭഗവാനുമല്ല ഈശ്വരനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഭൗതികമായ ദുഃഖക്കടലിൽ നിന്നും മനുഷ്യരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി അർജുനനിലൂടെ സാക്ഷാത്കാരത്തിന്റെ മാർഗം എന്ന നിലയിൽ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ കൃഷ്ണാവബോധത്തെ ഉപദേശിക്കുകയാണ് എല്ലാവർക്കും. ഈ കൃഷ്ണാവബോധത്തെ നിഷ്ക്രിയമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നവർ ഏറെയുണ്ട്. ഇങ്ങനെയുള്ളവർ പറയും ഞങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ ആ വിശ്വാസം കേവല ഭാവന മാത്രമായിരിക്കും. ഈ ഭാവന മൂലം നമുക്കുണ്ടാകുന്ന ജ്ഞാനം നമ്മെ ഒരിക്കലും എവിടെയും എത്തിക്കുകയില്ല. കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ പ്രവർത്തിക്കാൻ കൂട്ടാക്കാത്ത ഇവർ ധ്യാനം അഭിനയിച്ചുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുകയാണ് ചെയ്യുന്നത്. കഠിനമായി അധ്വാനിച്ച് ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തി അതുകൊണ്ട് മാത്രം സന്തുഷ്ടരാകുക എന്ന് മാത്രമേ മനുഷ്യർക്ക് യോജിച്ചതല്ല. അതിനാൽ ഈശ്വരശാസ്ത്രത്തെ ഗൗരവപൂർവം പരിഗണിക്കുക, ഈശ്വരനിൽ വിശ്വാസം അർപ്പിക്കുക. ഞാൻ ഭഗവാന്റെ അംശമാണ്, എനിക്ക് ഭഗവത് സാമ്രാജ്യത്തിലേക്ക് തിരിച്ചു പോകണം എന്ന സംഗതി മനസ്സിലാക്കി ശാശ്വത ജീവിതം നേടുന്നുള്ള ശരിയായ മാർഗത്തിലേക്ക് ജീവിതത്തെ നയിക്കണം. അങ്ങനെ ഭഗവാനെ ശരിക്കും അറിഞ്ഞ വ്യക്തി മരണശേഷം ഇങ്ങോട്ട് തിരിച്ചു വരികയില്ല. പിന്നെ അവർ എങ്ങോട്ടേക്കാണ് പോകുന്നത് വെച്ചാൽ കൃഷ്ണൻ പറയുകയാണ് എന്നെ തന്നെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യന്റെയും ലക്ഷ്യം അതായിരിക്കണം, കൃഷ്ണാവബോധമായിരിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. കാര്യങ്ങൾ നോക്കി പഠിച്ച് വിശകലനം ചെയ്ത് സംസാരിച്ചു. ഇതാണ് വേണ്ടത്. നല്ലൊരു സ്റ്റാർട്ടപ്പാണ്. അടുത്ത ക്വസ്റ്റ്യനും വരും. അപ്പം 1-2 കാര്യം കൂടെ അതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. ആ ഉത്തരത്തോട് 1-2 കാര്യങ്ങൾ മാതാജി പറഞ്ഞു. നിഷ്ക്രിയത്വം, അത് വെറുതെ ഇരിക്കുക എന്നുള്ളത് ചിലർ തെറ്റിദ്ധരിച്ചേക്കാം. ഭഗവാനെ വിളിച്ച് ഇങ്ങനെ ചാൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി 24 മണിക്കൂറും. അല്ല, നമ്മുടെ പ്രവൃത്തികൾ ഉപേക്ഷിക്കാൻ കൃഷ്ണാവബോധത്തിൽ പറയുന്നില്ല. പക്ഷേ നമ്മുടെ തിങ്കിങ് മാത്രം ഒന്ന് മാറ്റിപ്പിടിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ചെറുതായിട്ടൊന്ന് നീ മാറ്റിപ്പിടിക്കുക. സ്റ്റിയറിംഗ് ഒന്ന് മാറ്റിപ്പിടിക്കാൻ പറയത്തില്ലേ? ജസ്റ്റ് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം, റോഡേ കൂടെ ഡ്രൈവ് ചെയ്യാം. പക്ഷേ നീ ഡ്രൈവ് ചെയ്യുന്നത് ഇപ്പം പഠിക്കുന്ന സമയത്ത് പറയത്തില്ലേ, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അതായത് നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ റോഡിലൂടെ വരുമ്പം ചില സമയത്ത് നമ്മൾ നോക്കുമ്പം ഈ മാർജിൻ, അതായത് ആ ഒരു വൈറ്റ് ലൈൻ കാണും. ആ വൈറ്റ് ലൈനിന്റെ നേരെ ആയിരിക്കും നമ്മൾ നിൽക്കുന്നതിന് പോകുമ്പം ആക്ച്വലി ഈ ടയർ എന്ന് പറഞ്ഞ ലൈൻ അപ്പുറത്തായിരിക്കും നിൽക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈ സൈഡിലോട്ടായിരിക്കാം. അപ്പം നീ ഡ്രൈവ് ചെയ്തോ കുഴപ്പമില്ല, ഇച്ചിരി ഒന്ന് മാറ്റി പിടിക്കണം. അതായത് നീ വെറുതെ ഇരിക്കണ്ട, നിനക്ക് അറിയുന്നില്ലെന്ന് പറയുന്നില്ല, നീ ഡ്രൈവ് ചെയ്യണ്ടെന്ന് പറയുന്നില്ല, നീ ഡ്രൈവ് ചെയ്യണം. പക്ഷെ ഇത്തിരി മാറ്റിപ്പിടിക്കണം. എങ്ങനെ മാറ്റിപ്പിടിക്കണം? നിന്റെ ഐസൈറ്റ് നീ ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ ആ 2 ലൈൻ്റെയും സെൻട്രലായിട്ടാണ് നീ പോയിന്റ് ചെയ്യേണ്ടത്. നീ ഇരിക്കുന്ന സീറ്റിന്റെ ആ കണ്ണ് നേരെ സെന്ററിൽ പോയിന്റ് ചെയ്യണം. പണ്ട് അംബാസഡർക്കാരൻ അമ്പി, നമ്മുടെ പ്രിയപ്പെട്ട അമ്പി ഉണ്ടല്ലേ, അമ്പി എന്നാ പറയുന്ന അംബാസഡർക്കാരനെ, അരുമ പേരാണ്. GMCയെ പണ്ട് ജിമ്മി എന്ന് പറയാറുണ്ട്. ജിമ്മിയുടെ അതിനകത്ത് അംബാസഡർക്കാരന്റെ ഈ ബോണറ്റിന്റെ സെന്ററിലെ ഒരു കൊടി വെക്കാൻ ഒരു സാധനം ഉണ്ടല്ലോ, കണ്ടിട്ടില്ലേ ജയപ്രകാശ് പ്രഭു? കൊടി വെക്കുന്നത് മാത്രമല്ല, പക്ഷെ അതിന്റെ മാനുഫാക്ചേഴ്സ് ആദ്യ സമയത്ത് ഒരിക്കൽ പറഞ്ഞത് ഇത് ഒരു സെൻട്രൽ പോയിന്റ് ആണ്. ഡ്രൈവറിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി കൂടിയാണ് അതങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതിന് കൂട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണോ, നീ ചെയ്യുന്ന പ്രവൃത്തി അത് ഭഗവാനെ സങ്കല്പിച്ചിട്ട് നീ ചെയ്യണം. അതായത് ഇത് ഭഗവാന് വേണ്ടിയിട്ടാണ് എന്ന് ചെയ്യണം. അല്ലാതെ നീ ഒരു പ്രവൃത്തിയിൽ നിന്നും
രക്ഷപ്പെടാനല്ല, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊന്നും മാറാൻ പറയുന്നില്ല. പക്ഷെ ആ ഉത്തരവാദിത്തം ഭഗവാന് സമർപ്പിതമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇവിടെ ചെറുതായിട്ട് ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ശിവമാത എടുത്ത് ഏതാണ്ട് പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞിരുന്നോ? ഇല്ല ഇല്ല, രാജ്മോഹൻ പ്രഭു രാജ്മോഹൻ എടുത്താ പറഞ്ഞത്. രാജ്മോഹൻ അടുത്ത ആഴ്ച പറയും. അപ്പം എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്നാ ശിവമാത ചെയ്യട്ടെ. Why is a full Krishna conscious person not obligated to follow the Vedic instruction? അതായത് കൃഷ്ണാവബോധമുള്ള ഒരാൾ, അപ്പൊ കൃഷ്ണ കോൺഷ്യസിലേക്ക് വരുന്ന ഒരു വ്യക്തി മറ്റു വേദനിർദ്ദേശങ്ങൾ പാലിക്കാൻ വലിയ താല്പര്യം കാണിക്കാത്തത് എന്തുകൊണ്ട്? ഒരുപാട് വൈദിക വിധികൾ നമുക്കുണ്ട്. ആ വൈദിക വിധികളിൽ പോകാനുള്ള താല്പര്യം കൃഷ്ണാവബോധത്തിലേക്ക് വന്നു കഴിയുമ്പം കാണത്തില്ല. ഇത് എന്തുകൊണ്ടാണ്? ഞാൻ കുളു തരാം. കുളു ശ്ലോകം നമ്പർ 3.17. ഓക്കെ, 17 അത്ര ഫോളോ ചെയ്ത് കാണുന്നില്ല ഈ ഷോക്ക് വന്നവർ. 3.17 മൂന്നാമത്തെ അധ്യായമാണ് നമ്മളിപ്പം വിശകലനം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ, താങ്ക് യു. അപ്പം നമ്മൾ ഇന്ന് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. 7, 8, 9 നോക്കാൻ തോന്നുന്നു. കാര്യം എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകങ്ങളാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. എപ്പോഴും എങ്ങനെ ശ്ലോകങ്ങൾ, ഇത് ജനകീയമായ ഒരു ശ്ലോകം, ഭഗവത്ഗീതയിലെ ജനകീയമായ ഒരു ശ്ലോകമാണ്. 2 ശ്ലോകമാണ് അടുത്ത് ചെല്ലാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 9ാമത്തെ ശ്ലോകം ശ്രീല പ്രഭുപാദരുടെ സ്പീച്ചുകളിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ശ്ലോകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശ്ലോകമാണ് വരാൻ പോകുന്നത്. ഈ 3 ശ്ലോകം 6 നമ്മൾ പുറപ്പെട്ടൊന്നും വായിച്ചില്ല. 6 പുറപ്പെട്ട ഹോംവർക്ക് ഞാൻ പറഞ്ഞിരുന്നു. ആര് വായിച്ചു? എത്ര പേര് വായിച്ചു? ജയപ്രകാശ് പ്രഭു ആര് വായിച്ചെന്ന് ചോദിച്ചേ. പ്രഭു തന്നെ വിളിച്ച് ചോദിക്കും വായിച്ചോന്ന്. അചോ അഭിസന്ന വയാത്മ ഭൂതാനാം ഈശ്വരോ അഭിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമ്യാത്മമായ. എനിക്ക് പിറവിയില്ല. കണക്ട് ചെയ്യാം നമുക്ക്. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേടുകയില്ല, ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ആർക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ നിങ്ങൾ കാണുന്ന ഭൗതിക ശരീരമല്ല. അവജാനന്തിമാ മൂഢാമാനുഷം തനുമാശ്രിതം. എല്ലാരും വിചാരിക്കും ഞാൻ വരുമ്പം വെറും മനുഷ്യ ശരീരമായിട്ട് വരുമല്ല. അതീന്ദ്രിയമായ രൂപത്തിൽ യുഗം തോറും ഞാൻ അവതരിക്കും. അവതരിക്കാനുള്ള കാരണം ആരാ കൊണ്ടുവരുന്നത്? ആര് പറഞ്ഞിട്ട ഈ ഭഗവാൻ പോയി അവതരിച്ചുകൊണ്ട് വരുന്നത്? ഒന്ന് പറയാം. ബേസിക്കലി ഈ ദുഷ്ടന്മാരെ കൊണ്ട്, ഈ അധർമ്മികളെ കൊണ്ട് നിറഞ്ഞ് പേലോട് കൂടുമ്പോൾ, അൺബാലൻസ് ആവുമ്പോൾ ആര് പോവും? സർവം സഹയാമി ഭൂമിദേവി. എല്ലാം ക്ഷമിക്കുന്ന ഭൂമിദേവി വീണ്ടും ഗോലോക വൃന്ദാവനത്തിലേക്ക് പോയി ഭഗവാന്റെ അടുത്ത് പരാതി പറഞ്ഞ് അപേക്ഷിച്ചിട്ട് ഈ ഭൂമിദേവി ഭഗവാനെ വീണ്ടും വിളിച്ചുകൊണ്ടുവരും. അങ്ങനെ ഭൂമിദേവി പറയുമ്പോഴെല്ലാം ഭഗവാൻ വരും, യുഗം തോറും അവതരിക്കും. ഇപ്പം കാര്യം, ഈ എല്ലാ തോന്നിവാസങ്ങളും ക്ഷമയോടെ ഇതെല്ലാം കണ്ടും കേട്ടും ചുമന്നും നിൽക്കേണ്ട നമ്മുടെ ഭൂമിദേവിയാണ്. അപ്പം ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് 9ാമത്തെ ശ്ലോകവും കൂടെ വരുന്നത്. അപ്പോൾ നമുക്ക് വായിക്കാം. ഓക്കെ, അപ്പം അടുത്ത 2 ശ്ലോകം ആരായിരുന്നു അത് ചെയ്തത്? മഹാഭാരതം ചെയ്തത് ദൂരദർശൻ സീരിയലില് ചോപ്രയോ, ഗിരീഷ് ചോപ്രയോ? ബി.ആർ. ചോപ്ര. വലിയ ഒരു ചക്രം കാലത്തെ കാണിക്കുന്നതാണ്. ആ ചക്രം അങ്ങോട്ട് കറങ്ങി അങ്ങോട്ട് വരുന്നത്.
വിസ്മയ, ആമി ഒക്കെ നോക്കണം കേട്ടോ. പഴയ ദൂരദർശനം എടുത്തിട്ട് മഹാഭാരതം, ഇതു മഹാഭാരതു കഥ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. TV ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്തത് ആ സമയത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഏഷ്യാഡ് ഒളിമ്പിക്സിനും ഒക്കെ കെൽട്രോൺ TV, തിരുവനന്തപുരത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കെൽട്രോൺ TV മാത്രമേ കാണത്തുള്ളായിരുന്നു. പിന്നെ അടുത്തൊരു TV ആയിരുന്നു ഡയനോര, അല്ലേ സുശീം പ്രഭു? അപ്പം ആ ചക്രം കറങ്ങി വന്നിട്ട് തുടങ്ങുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമഹം. പിന്നെ അടുത്ത് വീണ്ടും അതിന്റെ കൂട്ടത്തിൽ തന്നെ പറയും പരിത്രാണായ സാധൂനാ വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഈ രണ്ട് ശ്ലോകം ഭാരതത്തിലെ എല്ലാവർക്കും, ജാതി മത ഭേദമേന്യേ എല്ലാവർക്കും കാണാം. ഞായറാഴ്ച രാവിലെ 10 10:30 ആയിരുന്നു അന്നത്തെ മഹാഭാരതം സീൻ. അതിലൂടെ കുറെ പേര് പ്രശസ്തി ആർജിച്ചു, അതേസമയം കുറെ പേർക്ക് അറിവ് കിട്ടി. ആ ശ്ലോകത്തിലോട്ട് പോവുകയാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ, റിപ്പീറ്റ് ചെയ്യണേ. യഥാ യഥാ ഹി ധർമ്മസ്യ നിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. പിന്നെ ഒരു തമാശക്ക് ഈ ശ്ലോകത്തിന്റെ ഒരു വാക്ക് പിന്നെ വേറൊരാളിലൂടെ ഒരുപാട് കേട്ടു. അതാരാന്നറിയാമോ? മലയാള സിനിമയിൽ എങ്ങനെയാണെങ്കിലും നമ്മളെ കച്ചവടവൽക്കരിക്കും. കാശുണ്ടാക്കാൻ എല്ലാം നമ്മുടെ ശാസ്ത്രം തന്നെ. ഗ്ലാനിർഭവതി ഭാരത, ആരാ പറയുന്നത്? രാജീവ് കുറിച്ചിരിക്കുന്നത് ഗ്ലാനിർഭവതി ഭാരത. ദിലീപ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞു അല്ലേ? എന്തോ ദിലീപ് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞതാണ് ഗ്ലാനിർഭവതി ഭാരത. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ശബ്ദാർത്ഥം വൈഹി ശ്രീല പ്രഭുപാദ കി ജയ്. ഭാരത, ഹേ ഭാരത, യഥാ യഥാ എപ്പോൾ 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 ധർമ്മസ്യ ധർമ്മത്തിന് ഗ്ലാനി കോട്ടവും അധർമ്മസ്യ അധർമ്മത്തിന് അഭ്യുത്ഥാനം ച അഭ്യുത്ഥാനവും വർധനവും ഭവതി ഹി ഭവിക്കുന്നുവോ തഥാ തഥാ അപ്പോൾ അപ്പോൾ അഹം ഞാൻ ആത്മാനം സ്വയം സൃജാമി പ്രത്യക്ഷനാകുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദ കി ജയ്. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ ആത്മാനം സൃജാമ്യഹം. പ്രഹ്ലാൻ ചേട്ടാ ഒന്ന് ചൊല്ലിക്കൂ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ഹരേ കൃഷ്ണ. ആമീൻ.
Hare Krishna. Hare Krishna. Yada yada hi dharmasya glanirvavati bharata Abhyuthanam adharmasya abhyuthanam adharmasya tadatmanam Sri Prajamyaham. jamyaham. Hare Krishna. Vismaya. Yada yada hi dharmasya glanirvavati bharata abhyuthanam adharmasya tadatmanam srijamyaham. Hare Krishna. Nannu. यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्. Hare Krishna. हरे कृष्ण. यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम्. Hare Krishna. Nannu. Hare Krishna. Mute. Hare Krishna. Mute. Yada yada hi dharmasya glanirvavati bharata abhyuthanam dharmasya tadatmanam sujamyaham. Hare Krishna. Yada yada hi dharmasya glanirvavati bharata abhyuthanam adharmasya tadatmanam srajamyaham. Hare Krishna. Shilpa Mataji. Hare Krishna. Yada yada hi dharmasya glanirvavati bharata abhyuthanam adharmasya tadatmanam srijamyaham. Hare Krishna. എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത. ഭാവാർത്ഥം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ സൃജാമി എന്ന വാക്ക് സാരവത്താണ്. സൃഷ്ടിക്കുക എന്ന അർത്ഥത്തിൽ ഇവിടെ ആ വാക്ക് ഉപയോഗിക്കാനാവില്ല. ഭഗവ ദ്രുപം ശാശ്വതമെന്ന് മുൻ ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുമ്പോൾ അതിന് വീണ്ടും സൃഷ്ടി ഉണ്ടാകുന്നു. അപ്പോൾ സൃജാമി എന്ന പദം ഭഗവാന്റെ സ്വരൂപത്തിലുള്ള ആവിർഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 7ാമത്തെ മന്വന്തരത്തിലെ 28ാം ചതുർയുഗത്തിൽ ദ്വാപരയുഗത്തിൽ മുറയ്ക്ക് ഭഗവാൻ അവതരിക്കുന്നു. എന്നാൽ അവിടത്തേക്ക് ഇത്തരം പ്രമാണങ്ങളുടെ നിബന്ധനകളെയോ അനുസരിക്കേണ്ടതില്ല. അദ്ദേഹത്തിന് സ്വേച്ഛാനുസൃതമായി എന്തും ചെയ്യാം. അതുകൊണ്ട് യഥാർത്ഥ ധർമ്മത്തിന് ഹാനി തട്ടുകയോ അധർമ്മത്തിന് പ്രാബല്യം കൂടുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലെല്ലാം സ്വഭീഷ്ടപ്രകാരം ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു. ധാർമ്മിക പ്രമാണങ്ങൾ വേദസംഹിതങ്ങളാണ്. ആചാരങ്ങൾ ശരിക്കനുഷ്ഠിക്കാതെ വരുമ്പോൾ മനുഷ്യർ അധർമ്മികളാവും. വേദാക്ത സിദ്ധാന്തങ്ങൾ ദൈവിക നിയമങ്ങളാണെന്ന് ഭാഗവതം ഘോഷിക്കുന്നുണ്ട്. ധർമ്മത്തിന്റെ പ്രമാണങ്ങൾ ഉണ്ടാക്കാൻ ഭഗവാനെ കഴിയും. വേദങ്ങൾ തന്നെയും ബ്രഹ്മാവിന് ഹൃദയത്തിൽ ഭഗവാൻ ഉപദേശിച്ചവയാണെന്നത് ലോക സമ്മതമത്രേ. അതുകൊണ്ട് ധർമ്മപ്രമാണങ്ങൾ ഭഗവതാജ്ഞകളാണെന്ന് വരുന്നു. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം. ഈ പ്രമാണങ്ങൾ ഭഗവത്ഗീതയിൽ എങ്ങും വ്യക്തമായി വിവരിക്കപ്പെടുന്നുണ്ട്. അവയെ ഭഗവതാജ്ഞാനുസാരം പുലർത്തിപ്പോരലാണ് വേദങ്ങളുടെ ഉദ്ദേശം. ധർമ്മത്തിന്റെ അത്യുന്നത തത്വമെന്ന് ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യുക മാത്രമല്ല, അതെ മറ്റൊന്നുമില്ലെന്ന് ഗീതയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. വൈദിക സിദ്ധാന്തങ്ങൾ ഒരാളെ കൊണ്ട് എത്തിക്കുന്നത് സ്വയം ഭഗവാന് സമർപ്പിക്കലാണ്. ആ പ്രമാണങ്ങൾക്ക് അസുരന്മാർ ഊനം തട്ടിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു. ഭൗതികവാദത്തിന് പ്രചാരം വർദ്ധിക്കുകയും തദനുയായികൾ വേദ പ്രമാണ്യത്തെ അതിനൊരു പകരണമാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ കൃഷ്ണന്റെ അവതാരമാണ് ശ്രീബുദ്ധനെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ചില പ്രത്യേക ഉദ്ദേശങ്ങൾക്ക് വേണ്ടി
മൃഗബലി ചെയ്യാമെന്ന വേദവിധിയുണ്ട്. എന്നാൽ അസുര സ്വഭാവമുള്ളവർ വേദാനുസൃതങ്ങളായ നിബന്ധനകൾ അനുസരിക്കാതെയും ഇത് ചെയ്യാൻ തുടങ്ങി. ഈ അസംബന്ധം നിരോധിക്കാനും വൈദികമായ അഹിംസാധർമ്മം നിലനിർത്താനുമായി ശ്രീബുദ്ധൻ അവതരിച്ചു. ഭഗവാന്റെ ഏതവതാരത്തിനും ഒരു പ്രത്യേക ഉദ്ദേശം നിറവേറ്റാനുണ്ട്. വൈദിക ഗ്രന്ഥങ്ങളിൽ അവയെല്ലാം വെളിവാക്കപ്പെട്ടിട്ടുണ്ട്. ധർമ്മശാസ്ത്രങ്ങളിൽ പ്രതിപാദിക്കപ്പെടാത്തതൊന്നും അവതാരമായി കരുതാൻ വയ്യ. ഭാരതത്തിന്റെ മണ്ണിൽ മാത്രമേ ഭഗവാൻ അവതരിക്കൂ എന്ന വിശ്വാസം ശരിയല്ല. അദ്ദേഹത്തിന് തോന്നുമ്പോൾ എവിടെയും എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷനാകാം. അന്നന്നത്തെ പ്രത്യേക പരിസ്ഥിതികളിൽ അതാത് ജനസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഓരോ അവതാര കാലത്തും ഭഗവാൻ ധർമ്മോപദേശം ചെയ്യുന്നു. എവിടെയും ലക്ഷ്യമൊന്നാണ്: ജനങ്ങളെ ഈശ്വരാവബോധത്തിലേക്കും ധാർമ്മിക പ്രമാണങ്ങൾ അനുസരിക്കുന്നതിലേക്കും നയിക്കൽ. ചിലപ്പോൾ അദ്ദേഹം സ്വയം അവതരിക്കുന്നു. പുത്രന്റെയോ ഭൃത്യന്റെയോ രൂപത്തിൽ തന്റെ വിശ്വസ്തനായ പ്രതിനിധിയായിരിക്കും ചിലപ്പോൾ അയക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം യഥാർത്ഥ രൂപം മറച്ചു വെച്ചുകൊണ്ടും അവതരിക്കും. അർജുനനും അതുപോലെ ആത്മോത്കർഷം നേടിയവർക്കുമാണ് ഭഗവത്ഗീത തത്വങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം ലോകത്തിൽ എങ്ങുമുള്ള സാധാരണ മനുഷ്യരെ അപേക്ഷിച്ച് ഒരു ഉന്നത നിലയിലായിരുന്നു അർജുനൻ. രണ്ടും നാലെന്ന ഗണിത സിദ്ധാന്തം കണക്കിന്റെ ആദ്യത്തെ ക്ലാസ്സിലെന്ന പോലെ ഉയർന്ന ക്ലാസ്സുകൾക്കും അനുയോജ്യമത്രേ. എങ്കിലും പ്രഥമ ഗണിതം പോലെ ഉയർന്ന ഗണിതവുമുണ്ട്. ഭഗവാന്റെ അവതാരങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് ഒരേ സിദ്ധാന്തങ്ങളാണ്. പരിതസ്ഥിതികൾക്കനുസരിച്ച് അവ സാധാരണങ്ങളും ഉത്കൃഷ്ടങ്ങളുമായി തീരും. ചാതുർവർണ്ണത്തെയും ചതുര ആശ്രമങ്ങളെയും സ്വീകരിക്കുന്നതോടു കൂടിയാണ് ധാർമ്മികമായ ഉന്നത മൂല്യങ്ങൾ ആരംഭിക്കുന്നത്. അതിനെപ്പറ്റി പിന്നീട് വിവരിക്കാം. അവതാരങ്ങളുടെ ഉദ്ദേശം എല്ലായിടത്തും കൃഷ്ണാവബോധം പ്രചരിക്കലാണ്. ഈ അവബോധം വ്യത്യസ്തങ്ങളായ ചുറ്റുപാടുകളിൽ മാത്രം ആവിർഭവിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാന്റെ വിഭൂതികളെ പറ്റിയും ഭഗവാൻ എന്തുകൊണ്ടാണ് അവതരിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നതാണ്. വളരെ ബുദ്ധിപൂർവം മനസ്സിന് ശ്രദ്ധ കൊടുത്തെങ്കിൽ മാത്രമേ ഭഗവാന്റെ ഈ വിഭൂതികളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ പറയുന്നു, ഭഗവാൻ യുഗം തോറും എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, അപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ, അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു, യുഗം തോറും അവതരിക്കുന്നു എന്ന് പറയുമ്പം യുഗത്തെ പറ്റി പറയുന്നു. ഇതെല്ലാം സത്യമാണ്. ഇപ്പം കാണുന്ന ഇംഗ്ലീഷ് കലണ്ടർ മാത്രമല്ല ചരിത്രം എന്ന് പറയുന്നത്. ഇത് ചെറിയൊരു കണക്കാണ്. 365 ദിവസം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ കണക്കാണ്. ഇതിലും വലിയ കണക്കുകളുണ്ട്. നമ്മുടെ മനുഷ്യർക്ക് 365 ദിവസം ചെറിയ രീതിയിൽ മനസ്സിലാക്കുന്ന രീതിയിൽ പിൽക്കാലത്ത് കൊണ്ടുവന്നു. പക്ഷേ ഇതിന്റെ വലിയ കണക്ക് ഇപ്പം ഇത് പറഞ്ഞിരിക്കുന്നു. പ്രഭുപാദരവിടെ പറയുന്നു, 2 2 4 എന്ന ഗണിത സിദ്ധാന്തം കണക്കിന്റെ ആദ്യത്തെ ക്ലാസ്സിൽ എന്ന പോലെ ഉയർന്ന ക്ലാസ്സുകൾക്കും അനുയോജ്യം അത്രേ. എങ്കിലും പ്രഥമ ഗണിതം പോലെ ഉയർന്ന ഗണിതവുമുണ്ട്. അപ്പം ഓരോ ക്ലാസ്സുകൾ പോകും തോറും എല്ലാ ക്ലാസ്സിലും അല്ലെങ്കിൽ നമ്മളിപ്പോഴും 2 2 4 ചെറിയ സംഖ്യകളും കൂട്ടും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഗണിത സിദ്ധാന്തം ഇത്രയും ഉള്ളെന്ന് അല്ല, അതിലും കൂടുതലുണ്ട് എന്ന് പറയുന്നത് പോലെ യുഗത്തിലുണ്ട്. സാധാരണ എത്ര യുഗങ്ങളാണുള്ളത്? കുട്ടികളൊന്നും കാണുന്നില്ലേ? വലിയവരോട് ചോദിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ട് വലിയവരോട് ചോദിക്കുന്നില്ല. വിസ്മയ, എത്ര യുഗങ്ങളുണ്ട്? എത്ര യുഗം? 4 യുഗമുണ്ട്. ഈ 4 യുഗം സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇങ്ങനെ 4 യുഗങ്ങളുണ്ട്. ഈ യുഗത്തിനകത്ത് വെച്ചാണ് ബാക്കിയുള്ള കളികളെല്ലാം ഉണ്ടാവുന്നത്. പക്ഷെ ചെറിയ കളിയായിരിക്കാം, വലിയ കളിയായിരിക്കാം, അങ്ങനെയൊക്കെ. പക്ഷെ കളിത്തട്ട് ഇത്രയാണ്. ഇതിനകത്ത് സത്യയുഗം എന്ന് പറയുന്നത് 17,28,000 വർഷങ്ങളാണ് സത്യയുഗം എന്ന് പറയുന്നത്. 17,28,000 വർഷം.
ത്രേതായുഗം വരുമ്പം 12,96,000 വർഷം. 12,96,000 വർഷം. ദ്വാപരയുഗം വരുമ്പം 8,64,000 വർഷം. 8,64,000 വർഷം. കലിയുഗം വരുമ്പം നേരെ വീണ്ടും പകുതിയായി 4,32,000 വർഷം വരും. കലിയുഗം 4,32,000 വർഷം വളരെ ചുരുങ്ങിപ്പോയത് കാരണം ഈ ആൾക്കാർ ബുദ്ധി കൂടുമ്പോഴത്തേനും നീളം കുറയും. നീളം കുറയുമ്പോഴത്തേന് ആയുസ്സും കുറയും. അവസാനം 4 വയസ്സാകുമ്പോഴത്തേന് കാഞ്ഞു പോകും. യമധർമ്മം വന്ന് വിളിച്ചുകൊണ്ട് പോകും. അത്രയും മതിയെന്ന് പറയും. അതുകൊണ്ട് കുറച്ച് വർഷമേ കൊടുത്തുള്ളൂ. അത്രയും വർഷം കൊടുത്തിട്ട് തന്നെ ആ വർഷത്തിനകത്ത് വെച്ചിട്ട് എല്ലാ അക്രമങ്ങളും കാണിക്കും. അതാ രസം. സത്യയുഗത്തിന് നീണ്ട വർഷങ്ങൾ കൊടുത്തിട്ട് ഒരാൾ പോലും അക്രമം കാണിച്ചില്ല. ഇവിടെ കുറച്ച് വർഷമേ കൊടുത്തപ്പം അക്രമം കാണിച്ചു. അങ്ങനെ ടോട്ടല് 43,20,000 വർഷമാണ് ഒരു ചതുർയുഗം എന്ന് പറയുന്നത്. ഒരു ദിവ്യയുഗം, ചതുർയുഗം എന്ന് പറയുന്നത്. ഇതിന്റെ 1000 സഹസ്രയുഗമാണ്. ഇങ്ങനെയുള്ള 1000 സഹസ്രയുഗമാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അത് കഴിയുമ്പോഴത്തേന് വലിയൊരു പ്രളയം വരും. ഭയങ്കര പ്രളയം, വലിയ പ്രളയം വരും. ഈ പ്രളയം വരുമ്പോഴാണ് അങ്ങനെ ഒരു പ്രളയം വന്നപ്പോഴാണ് ചെറിയ ആലിലയിൽ ഭഗവാൻ വരുന്നത്. ബാലം മുകുന്ദം മനസാ സ്മരാമി കരാരവിന്ദേന. ആ ശ്ലോകം ഞാൻ ആർക്ക് ചൊല്ലാൻ പറ്റും? മൂന്നാഷ്ടകം. കരാരവിന്ദേന ഹരേ കൃഷ്ണ. അങ്ങനെ വരുമ്പം താങ്ക് യു. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ കേൾക്കണില്ല. ഓക്കെ. സോറി. ഹരേ കൃഷ്ണ. അപ്പൊ വീണ്ടും അങ്ങനെ ആ ബ്രഹ്മാവിന്റെ ലൈഫ് എന്ന് പറയുന്നത്, ഇപ്പം ബ്രഹ്മാവിന്റെ ഒരു ദിവസം അങ്ങനെ 1000 സഹസ്രയുഗമാണ് ഒരു കൽപ്പം. കൽപ്പം എന്ന് പറയും. ആ കൽപ്പം 1000 സഹസ്രയുഗങ്ങൾ കഴിയുന്നതാണ് ബ്രഹ്മാവിന്റെ ഒരു ദിവസം, കൽപ്പം. ബ്രഹ്മാവിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് 311 ട്രില്യൺ ആൻഡ് 40 ബില്യൺ ഇയേഴ്സ്. എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. 311 ട്രില്യൺ ആൻഡ് 40 ബില്യൺ ഇയേഴ്സ് ആണ് ബ്രഹ്മാവിന്റെ ഒരു ആയുസ്. നമ്മൾ കൂടുതൽ കൂലംകുഷിതമായിട്ട് ചിന്തിക്കുകയൊന്നും വേണ്ട. കാര്യം ഇതൊക്കെ അസംഭാവ്യമാണെന്ന് പറയും. പക്ഷെ ഒരു ചെറിയൊരു ചോദ്യം, ഒരു ഈയാമ്പാറ്റയുടെ ലൈഫ് എത്ര ഉണ്ട്? രാത്രി സന്ധ്യക്ക് ട്യൂബിന്റെ അടുത്ത് വരുന്ന ഈയാമ്പാറ്റ എന്നല്ലേ പറയുന്നത്? അതിന്റെ ആയുസ് എത്ര ഉണ്ട്? അതിനോട് മനുഷ്യന്റെ ആയുസ് 100 വർഷം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്തായിരിക്കും സ്ഥിതി? അതിന് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ അത്ഭുതമായിരിക്കും അതിനെ സംബന്ധിച്ചിടത്തോളം. ഇത്രയേ ഉള്ളൂ. അപ്പം അതൊരു ചരിത്ര സത്യമാണ്. അപ്പൊ ആ സത്യം നമ്മൾ അങ്ങ് എടുക്കുക. അത്രയും. അപ്പം അടുത്ത ശ്ലോകം കൂടെ നമുക്ക് വായിക്കാം.
പരിത്രാണായ സാധൂനാം പരിത്രാണായ സാധൂനാം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ ശബ്ദാർത്ഥം വൈ ശ്രീ ശ്രീല പ്രഭുപാദക്കി ജി സാധൂനാം ഭക്തന്മാരുടെ പരിത്രാണായ ദുഷ്കൃതാം ദുഷ്കർമ്മകാരികളുടെ വിനാശായ വിനാശത്തിനും ധർമ്മ സംസ്ഥാപനാർത്ഥായ ച ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയും യുഗേ യുഗേ യുഗം തോറും സംഭവാമി ഞാൻ അവതരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ യുഗത്തിന്റെ കണക്ക് പറഞ്ഞത്. യുഗങ്ങൾ തോറും ഭഗവാൻ അവതരിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദക്കി ജി ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, ബുദ്ധൻ അവതരിച്ചു ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബലിയുടെ പേരില് ജനങ്ങള് മൃഗങ്ങളെ കശാപ്പ് ചെയ്തു തുടങ്ങി. ഇന്നങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ചിലപ്പം വേറൊരു വാക്ക് വന്നുകൂടിയത് ജസ്റ്റിഫിക്കേഷൻ ആയിട്ട്. ബുദ്ധനായിട്ട് അവതരിച്ചത്, ഭഗവാൻ ബുദ്ധനായിട്ട് അവതരിച്ചത്. അങ്ങനെ ഈ സിസ്റ്റത്തെ മുഴുവൻ എടുത്തു കളഞ്ഞിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ബുദ്ധനായിട്ട് ഭഗവാൻ അവതരിച്ചു. സിസ്റ്റം റീഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി. ശങ്കരാചാര്യർ വരുന്നതും അങ്ങനെ തന്നെയാണ്. അവസാനം ശങ്കരാചാര്യർ ഇവിടുന്ന് പോകുമ്പം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, ശില്പമാതാജി ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ആ മൂഢന്മാരെ നിങ്ങളെല്ലാം ശങ്കരാചാര്യർ പോകുമ്പം അത്രയും വർഷം നിന്നിട്ട് ശങ്കരാചാര്യ പറഞ്ഞില്ല. അത് വേറൊരു പൊളിറ്റിക്സാണ്. മൂഢന്മാരാണ് നിങ്ങൾ, റാസ്കൽസ് എന്ന് ശങ്കരാചാര്യർ പറഞ്ഞില്ല. പോകുന്ന സമയത്താണ് പറഞ്ഞത്. സ്വാമി വിവേകാനന്ദൻ പോകുമ്പോൾ കേരളം പ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോലെ ശങ്കരാചാര്യർ ഒരു ആണി അടിച്ചിട്ട് അങ്ങ് പോയി, നിങ്ങളെല്ലാം വിഡ്ഢികളാണെന്ന് പറഞ്ഞു, ഒട്ടും വിവരമില്ലാത്തവരാണെന്ന് പറഞ്ഞു. കാര്യം ഇത്രയും നാൾ ഞാൻ എന്താണ് പറഞ്ഞത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഗോവിന്ദനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ല. ചൈതന്യ മഹാപ്രഭു വന്നതും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട, ഒരു കാര്യവും ചെയ്യണ്ട. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. സത്യത്തിൽ ശ്രീനാരായണ ഗുരുവും ഇത് തന്നെയാണ് പറഞ്ഞത്. വേറൊരു ലാംഗ്വേജിൽ പറഞ്ഞതേ ഉള്ളൂ, മനസ്സിലാക്കുന്ന രീതിയിൽ. ആത്മോപദേശം വായിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശവും വസുദേവാഷ്ടകം ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ, ഏറ്റവും ടോപ്പ് മോസ്റ്റ് കൃതിയാണ് വാസുദേവാഷ്ടകം ശ്രീനാരായണ ഗുരുവിന്റെ. അത് വായിക്കണം. ഇവരെല്ലാം പറഞ്ഞിട്ട് പോയത് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതിന്റെ ഭാവാർത്ഥം ജയപ്രകാശ് പ്രഭു ഒന്ന് വായിച്ചു. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ്. സാധു പുണ്യാത്മാവ് എന്ന വാക്കിന് ഭഗവത്ഗീതയിൽ ഉദ്ദിഷ്ടമായ അർത്ഥം കൃഷ്ണാവബോധം നേടിയ ആൾ എന്നാണ്. ഒരാൾ പ്രത്യക്ഷത്തിൽ ധാർമ്മികനല്ലെങ്കിൽ കൂടി പരിപൂർണമായി കൃഷ്ണാവബോധം നേടിയിരുന്നാൽ അയാളെ സാധു എന്ന് പറയാം. ദുഷ്കൃതാം എന്ന പദം
കൃഷ്ണാവബോധത്തെ അവഗണിക്കുന്നവർക്ക് യോജിച്ചതാണ്. ഭൗതികമായ വിദ്യാഭ്യാസ ബിരുദങ്ങളിൽ അലങ്കരിക്കപ്പെട്ടവരായാലും ഇത്തരം ദുഷ്കൃതികൾ മൂഢരും മനുഷ്യാധമന്മാരുമാണെന്ന് പറയപ്പെടുന്നത്. പഠിപ്പോ സംസ്കാരമോ ഇല്ലെന്നിരിക്കലും 100% കൃഷ്ണാവബോധം സിദ്ധിച്ച മനുഷ്യൻ സാധുവെത്രേ. നിരീശ്വരവാദികളെ കുറിച്ചാണെങ്കിൽ രാവണനെയും കംസനെയും എന്ന പോലെ അവരെ സംഹരിക്കാൻ ഭഗവാന് സ്വയം ആവിർഭവിക്കണമെന്നില്ല. അസുര നിഗ്രഹത്തിന് വേണ്ടുന്ന കഴിവുകളുള്ളവരായിട്ട് അദ്ദേഹത്തിന്റെ സേവകന്മാർ അനേകമുണ്ട്. അസുരന്മാരിൽ നിന്ന് എപ്പോഴും ഉപദ്രവമേൽക്കുന്ന തൻ്റെ ശുദ്ധഭക്തന്മാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് വിശേഷിച്ചും ഭഗവാൻ അവതരിക്കുന്നത്. ഭക്തനെ തൻ്റെ ഉറ്റ ബന്ധുവാണെങ്കിൽ പോലും ഒരസുരൻ ദ്രോഹിക്കുകയേ ഉള്ളൂ. പ്രഹ്ലാദ മഹാരാജാവ് ഹിരണ്യകശിപുവിന്റെ മകനായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് അച്ഛനിൽ നിന്ന് വളരെ ദ്രോഹങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. കൃഷ്ണന്റെ അമ്മ ദേവകി കംസന്റെ സഹോദരിയായിരുന്നു. എങ്കിലും അവർക്കും ഭർത്താവായ വസുദേവനും ശിക്ഷയേൽക്കാനിടയായി. അവരിൽ കൃഷ്ണൻ ജനിക്കുമെന്ന് കംസൻ അറിഞ്ഞതാണ് കാരണം. കംസനെ കൊല്ലാനെന്നതിനേക്കാൾ ദേവകിയെ മോചിപ്പിക്കാനാണ് കൃഷ്ണൻ അവതരിച്ചത്. അങ്ങനെ 2 കാര്യവും നടന്നു. അതുകൊണ്ടാണ് ഭക്തരെ രക്ഷിക്കാനും അസുര സംഹാരത്തിനുമായി ഭഗവാൻ വിവിധങ്ങളായ അവതാരങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പ്രസ്താവിച്ചത്. കൃഷ്ണദാസ കവിരാജന്റെ ചൈതന്യ ചരിതാമൃതത്തിലുള്ള ഈ പദ്യം അവതാരങ്ങളെ പറ്റി ഇങ്ങനെ സംക്ഷിപ്തമായി പറയുന്നു. സൃഷ്ടി ഹേതുയെ മൂർത്തി പ്രപഞ്ചേ അവതാരേസെ ഈശ്വരമൂർത്തി അവതാര ദാമതരേ മായാതീത പരവ്യോമേ സ വാരാ അവസ്ഥാന വിശ്വേ അവതാരീധരേ അവതാരനാമ. ശ്രീ ഭഗവാൻ ദൈവിക സാമ്രാജ്യത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ ആവിർഭവിക്കുന്നതാണ് അവതാരം. അങ്ങനെ ആവിർഭവിക്കുന്ന വ്യക്തിഗതനായ ഈശ്വരന്റെ ആ രൂപത്തെ അവതാരം എന്ന് പറയുന്നു. അത്തരം അവതാരങ്ങൾ ആധ്യാത്മിക ലോകത്തിൽ വാഴുന്നുണ്ട്. അവർ ഭൗതിക ലോകത്തിലെത്തുമ്പോൾ അവതാരം എന്ന് വിളിക്കപ്പെടുന്നു. അവതാരങ്ങൾ പലവിധത്തിലുണ്ട്. പുരുഷാവതാരങ്ങൾ, ഗുണാവതാരങ്ങൾ, ലീലാവതാരങ്ങൾ, ശക്തിയാവേശ അവതാരങ്ങൾ, മന്വന്തരാവതാരങ്ങൾ, യുഗാവതാരങ്ങൾ എന്നിങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും മുറക്ക് സംഭവിക്കുന്നു. ആദിപുരുഷനായ ഭഗവാൻ കൃഷ്ണനാണ് ഈ അവതാരങ്ങൾക്കെല്ലാം ഉറവിടം. തൻ്റെ യഥാർത്ഥ വൃന്ദാവന വിഹാരങ്ങളെ കണ്ടാനന്ദിക്കാൻ വെമ്പൽ കൊള്ളുന്ന സുഭക്തന്മാരുടെ ഉത്കണ്ഠ ശമിപ്പിക്കാൻ വേണ്ടിയാണ് വിശേഷിച്ചും ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത്. കൃഷ്ണാവതാരത്തിന്റെ മുഖ്യ ഉദ്ദേശവും ശുദ്ധഭക്തന്മാരെ പ്രീതിപ്പെടുത്തൽ തന്നെ. യുഗം തോറും താൻ അവതരിക്കുന്നു എന്നാണ് ഭഗവത് വചനം. കലിയുഗത്തിലും അവതരിക്കുമെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കലിയുഗത്തിലെ കൃഷ്ണാവതാരം ശ്രീചൈതന്യ മഹാപ്രഭുവായിട്ടാണെന്നും സങ്കീർത്തന പ്രസ്ഥാനം സംഘം ചേർന്നുള്ള തിരുനാമ ജപം കൊണ്ട് കൃഷ്ണനെ ആരാധിച്ച് ഭാരതത്തിലെങ്ങും കൃഷ്ണാവബോധം പ്രചരിക്കുമെന്നും ഭാഗവതത്തിൽ പറയുന്നു. ഈ സങ്കീർത്തന പ്രസ്ഥാനം ലോകത്തിലെങ്ങും ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പോലെ പടർന്നു പിടിക്കുമെന്നും ചൈതന്യ മഹാപ്രഭു പ്രവചിച്ചിട്ടുണ്ട്. ഉപനിഷത്തുക്കൾ, മഹാഭാരതം, ഭാഗവതം മുതലായ വൈദിക ഗ്രന്ഥങ്ങളിലെ നിഗൂഢ ഭാഗങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭു ഭഗവതവതാരമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. തുറന്നു പറഞ്ഞിട്ടില്ലെന്നേയുള്ളൂ. കൃഷ്ണഭക്തന്മാരെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സങ്കീർത്തന പ്രസ്ഥാനം. ദുഷ്ടന്മാരെ ഹിംസിക്കാനല്ല, മറിച്ച് തൻ്റെ അഹേതുകമായ കരുണ കൊണ്ട് അവർക്ക് പാപമോചനം നൽകാനാണ് ഈ അവതാരം ഉണ്ടായത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ ഭഗവാന്റെ എല്ലാ യുഗത്തിലുമുള്ള ഓരോരോ അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. ആ അവതാരത്തെ തന്നെ കാറ്റഗറൈസ് ചെയ്യുന്നു. പുരുഷാവതാരങ്ങള്, ഗുണാവതാരങ്ങള്, ലീലാവതാരങ്ങള്, ശക്തി ആവേശ അവതാരങ്ങള്. അതിനകത്ത് ശക്തി ആവേശ അവതാരത്തിൽ പെടുന്നതാണ് ശ്രീല പ്രഭുപാദർ. അത് ചൈതന്യ ചരിതാമൃതമൊക്കെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ശ്രീല പ്രഭുപാദരെ ശക്തി ആവേശ അവതാരമായിരുന്നുവെന്ന്. വീണ്ടും കലിയുഗത്തില് അവതരിക്കും എന്ന് പറഞ്ഞ് ആ കലിയുഗത്തിലെ അവതാരമാണ്. നമുക്ക് എവിഡൻസ് ആണ്, ഇത് മൊത്തവും ശാസ്ത്രീയമായിട്ട് സയന്റിഫിക്കൽ എവിഡൻസ് ആണ് ചൈതന്യ മഹാപ്രഭു വന്നിരിക്കുന്നത്. അപ്പം ചൈതന്യ മഹാപ്രഭു വരുന്നതിനെ കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്.
അതുപോലെ വിഷ്ണു സഹസ്രനാമത്തിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിൽ ഏറ്റവും അവസാനം വരുന്ന വരിയാണ് സുവർണ വർണ്ണോ ഹേമാങ്കോ എന്നൊരു ശ്ലോകം വരുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർ എത്ര പേരുണ്ട്? അപ്പം ലാസ്റ്റിൽ വരുന്ന കുറച്ച് ശ്ലോകങ്ങൾക്ക് മുമ്പായിട്ട് സുവർണ വർണ്ണ ഹേമാങ്കോ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പം ഇതെല്ലാം വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനുപരി, അവരെ നിഗ്രഹിക്കുകയല്ല, അവരെയും കൂടി ഭഗവാന്റെ ദയ കൊണ്ട് അവരെയും രക്ഷപ്പെടുത്താനാണ് വരുന്നത്. കാര്യം ഭഗവാന്റെ കൈ കൊണ്ട് ആര് മരിക്കുന്നുവോ അവരെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് പോകും. അവർക്കെല്ലാം മോക്ഷമാണ് കിട്ടുന്നത്. നോക്കൂ, എത്ര കാരുണ്യവാനാണ് ഭഗവാൻ. ഒരാളെയും ഭഗവാൻ മോക്ഷം കൊടുക്കാതിരിക്കുന്നില്ല. ഒരു ദിവസം പൃഥു എന്നൊരു മുനി ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷത്തേക്ക് അപ്പം പൃഥുമുനി ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ രൂപം മൊത്തം ഹൃദയത്തിൽ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് കണ്ണടച്ചിരുന്ന് ഭഗവാനെ ധ്യാനിക്കുകയാണ്. വർഷങ്ങളായിട്ട് ഇങ്ങനെ ധ്യാനിക്കുന്നു. ഒരു ദിവസം രാധാറാണി ഭഗവാന്റെ അടുത്ത് പറയും, അങ്ങയുടെ പ്രിയപ്പെട്ട ശിഷ്യനല്ലേ, അങ്ങയെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നില്ല, അങ്ങയുടെ ഭക്തനല്ലേ, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നില്ലേ, ഒരു നോക്ക് കാണാൻ ഒരു ദർശനം കൊടുത്തൂടെ എന്ന് പറയുമ്പം ഭഗവാൻ ചിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പൃഥുമുനിക്ക് പെട്ടെന്ന് ഹൃദയത്തിൽ ഒരു ഇരുട്ട് വന്നതുപോലെ തോന്നി. ഊരിരുട്ട്, ഭഗവാനെ കാണുന്നില്ല. ഇത്രയും വർഷം ഞാൻ തപസ് ചെയ്തു, എന്നിട്ട് ഞാൻ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ ഇങ്ങനെ പറ്റിയത്? എന്റെ ചിന്തകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കണ്ണു തുറന്നപ്പോൾ ഓടക്കുഴലുമായിട്ട് സാക്ഷാൽ ഭഗവാൻ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. നമ്മുടെ മനസ്സ് പോലിരിക്കും ഭഗവാനെ കാണാൻ. എന്താണ് ഇത്? എല്ലാവർക്കും പറഞ്ഞാ മനസ്സിലാവത്തില്ല. ജന്മകർമ്മചമേ ദിവ്യം. അടുത്ത ശ്ലോകങ്ങൾ നമുക്ക് ജന്മകർമ്മചമേ ദിവ്യം ജന്മകർമ്മചമേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ त्यक्त्वा देहं पुनर्जन्म നൈതി മാമേതി സോ അർജുന നൈതി മാമേതി സോ അർജുന ജന്മ കർമ്മ ച മേ ദിവ്യം ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേസ്തി തത്വതഃ ഏവം യോ വേത്തി തത്വതഃ ത്യക്ത്വാ ദേഹം പുനർജന്മ त्यक्त्वा देहं पुनर्जन्म നൈതി മാമേതി സോ അർജുന നൈതി മാമേതി സോ അർജുന. ജയപ്രകാശ് പ്രഭു ശ്ലോകം ഒന്ന് വായിച്ചു. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ त्यक्त्वा देहं पुनर्जन्म नैति मामेति सो अर्जुन. जन्म कर्म च मे दिव्यम् एवं यो वेत्ति तत्त्वतः त्यक्त्वा देहं पुनर्जन्म नैति मामेति सो अर्जुन. जन्म कर्म च मे दिव्या मेवं यो वेदि तत्त्वतः त्यक्तां देहं पुनर्जन्म नैत्रिं मामुदि सोऽर्जुन. ഹരേ കൃഷ്ണ. ജന്മ കർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. ശബ്ദാർത്ഥം പ്രഭുപാദ കീജി. അർജുന, ഹേ അർജുന, യാതൊരുവൻ മേ എന്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മ ച കർമ്മത്തെയും തത്വതഃ ശരിയായി ഏവം ഇപ്രകാരം വേത്തി മനസ്സിലാക്കുന്നുവോ സ അവൻ ദേഹത്തെ ത്യജിച്ചിട്ട് പുനർജന്മത്തെ ന ഏതി പ്രാപിക്കുന്നില്ല, മാമേതി എന്നെ പ്രാപിക്കുന്നു. ഓ, ഭഗവാൻ മോക്ഷം കൊടുക്കാനുള്ള ഉപായം താ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഈ ജനന മരണമായ
ഈ സംസാര ചക്രത്തിൽ നിനക്ക് വീണ്ടും വരാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഇതാണ് എൻ്റെ ഉപായം. അർജുനോട് പറയുകയാണ്, നമുക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അല്ലയോ അർജുന, വിവർത്തനം ആവർത്തനത്തോടെ ശീല പ്രഭുപാദയ്ക്ക് ചെയ്യുക. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവർത്തികളുടെയും അതിന്റെ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല, അവർ ശാശ്വതമായി എൻ്റെ ലോകത്തിലെത്തുന്നു. ഇവിടെ 9ാമത്തെ ചാപ്റ്ററിൽ 19ാമത്തെ ശ്ലോകം ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. തപാമ്യഹമഹം വർഷം, നമ്മൾ പഠിച്ച ശ്ലോകം. തപാമ്യഹമഹം വർഷം നിഹൃണാമി സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസച്ചാഹമർജുന. എടുത്തോ ജയപ്രകാശ് പ്രഭു? എടുത്ത? വായിച്ചോളൂ. തപാമ്യഹമഹം വർഷം നിഗൃഹ്ണാമ്യുച്ഛ സൃജാമി ച അമൃതം ചൈവ മൃത്യുശ്ച സദസ്സാഹമർജുന. അതിന്റെ വിവർത്തനം കൂടെ. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തുവും എന്നിലാണ്. ഇത് സാധാരണപ്പെട്ടവർക്ക് മനസ്സിലാവത്തില്ല. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, ഞാനാണ് മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഇപ്പം വന്ന മഹാമാരി ഭഗവാൻ അറിയാതെ വരത്തില്ല. പക്ഷേ അത് വേറെ ആരെങ്കിലും രാജ്യത്തിനെ നമ്മള് ബ്ലെയിം ആക്കാൻ, അത് രാജ്യം അങ്ങനെ ആയിപ്പോഴും. പക്ഷേ ഭഗവാൻ അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. എന്തെങ്കിലും ഒരു കാര്യം കാണും. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം. അല്ലയോ അർജുന, ഞാൻ ഊർജം പ്രദാനം ചെയ്യുന്നു, മഴ പെയ്യിക്കുന്നതും നിർത്തുന്നതും ഞാൻ തന്നെ. ഞാനാണ് അമൃതവും മൃത്യുവും ആത്മാവും ജഡവസ്തു. ഇതെങ്ങനെ മനസ്സിലാക്കണം? ഈ വിഭൂതികളെ പറ്റി, ഇതിനെപ്പറ്റി നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ നീ ജയിച്ചു. ഇല്ലെന്നുണ്ടെങ്കിൽ നീ തോറ്റു. നീ വീണ്ടും ഈ ഭൂമിയിലേക്ക് വരും. എന്നിട്ട് ഇപ്പൊ തന്നെ നമ്മള് എല്ലാവരും അനുഭവിക്കുന്നതാണ് പല പ്രയാസങ്ങളും. ഇതെല്ലാം നീ വീണ്ടും 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 അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ഇവിടെ പോയല്ലോ. അല്ലയോ അർജുന, എന്റെ ജനനത്തിന്റെയും പ്രവർത്തികളുടെയും അതീന്ദ്രിയ സ്വഭാവം ഗ്രഹിച്ചവർ മരണശേഷം വീണ്ടും ഭൗതിക ലോകത്തിൽ പിറക്കുന്നില്ല. ഞാൻ ശാശ്വതമായ അവർ എൻ്റെ ശാശ്വതമായ ലോകത്തിലെത്തുന്നു. ഇപ്പം ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന്, ആചാര്യന്മാര് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ പാസ്സാകണം, അല്ലെങ്കിൽ IAS പാസ്സാകണം എന്ന് പറയാൻ, അല്ലെങ്കിൽ ഒരു IASന്റെ ലെസൺ ഒരു 4ാം ക്ലാസ്സുകാരൻ്റെ അടുത്ത് സാധാരണഗതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പോകും? ഒന്നും മനസ്സിലാവത്തില്ല. അത് അവൻ പഠിച്ചു വന്നിട്ട് IASൽ ജോയിൻ ചെയ്ത് ആ ഒരു എലിജിബിലിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്ന് പറയുന്നത് പോലെ ആചാര്യന്മാര് ആദ്യമായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഇവിടെ സൂതഗോസ്വാമി പറയുന്നുണ്ട്, യം ബ്രഹ്മ വരുണേന്ദ്ര രുദ്ര മരുത സ്തുവന്തി ദിവ്യസ്തവൈർ വേദൈർ സംഗപദ ക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഹ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യന്തം നബിദു സുരാസുര ഗണ ദേവായ തസ്മൈ നമഃ. സൂതഗോസ്വാമി ആദ്യം എന്താ പറയുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഈ ഭാഗവതം തന്നിരിക്കുന്ന വ്യാസമഹർഷിയുടെ സെലഷ്യൽസ് ആണ്. സൂതഗോസ്വാമി സൂതഗോസ്വാമി ഭഗവാനെ സ്തുതിക്കുകയാണ്. എങ്ങനെയാണ്? ഭഗവാനെ കൃഷ്ണ, ബ്രഹ്മാവും വരുണനും ഇന്ദ്രനും രുദ്രനും മരുത്തുക്കളും അനേക മന്ത്രങ്ങളാൽ അങ്ങേ സ്തുതിക്കുന്നു.
ഉപനിഷത്തുക്കളിലൂടെ കൊടുത്തിരിക്കുന്നത് അങ്ങയെ സ്തുതിക്കാനാണ്, സാമവേദത്തിലൂടെ അങ്ങയെ സ്തുതിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ഭഗവാനെ കൃഷ്ണ, എല്ലാവരും യോഗികൾ അവരവരുടെ ഹൃദയത്തിൽ അങ്ങയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവാനെ അങ്ങനുള്ള അങ്ങയെ ആ പരമോന്നതനെ, സുപ്രീം എറ്റേണൽ സുപ്രീം ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. ആദ്യത്തെ സറണ്ടറിങ് അതാണ് വേണ്ടത്. നമ്മളെക്കാൾ വലിയവനാണ്, നമ്മളെക്കാൾ നല്ല സർവജീവജാലങ്ങളെക്കാളും ഈ ലോകത്തെക്കാളും വലിയവനാണ് ആ ഭഗവാനെ. ആരെല്ലാം കീർത്തിച്ചിരിക്കുന്നുവോ അവരെല്ലാം കീർത്തിക്കുന്നു. സൂതഗോസ്വാമി പറഞ്ഞതുപോലെ, ഈ അറിവ് നമുക്ക് ഉപദേശിച്ചെന്ന സൂതഗോസ്വാമി പറഞ്ഞതുപോലെ നമ്മൾ ഭഗവാനെ സ്തുതിക്കാൻ, സറണ്ടർ ചെയ്യാൻ തയ്യാറാവണം ഫസ്റ്റ്. പിന്നെന്താ പിന്നെ വരുന്നത്? പിന്നെയും വരും. വീണ്ടും ഭാഗവതം പറയുന്നുണ്ട്, ആവിരാസിത് യഥ പ്രാച്യം ദിശിന്ദുർ ഇവ പുഷ്കലഃ. ആവിരാസിത് യഥാ പ്രാച്യാം ദിഷ്ടുന്ദർ ഇവ പുഷ്കലഃ. എന്താ പറയുന്നത്? പൗർണമി ദിവസത്തില്, പൗർണമി ദിനത്തില് പൂർണ്ണചന്ദ്രനായ, അതായത് നമ്മുടെ അമ്പിളിയമ്മാവനെ പൗർണമി ദിനത്തിൽ എങ്ങനെ നമ്മുടെ അത്ഭുതത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ കാണുന്നുവോ ആ ഒരു മനോഹാരിതയോടെ പ്രകാശത്തോടെ ദേവകി അമ്മ ഭഗവാനെ കണ്ടു. തം അത്ഭുതം ബാലകം അംബുജേക്ഷണം. ഭഗവാനെ കാണുന്ന ആ രംഗം, തം അത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുതം ചങ്ക് ഗദാദി ഉദായുധം. അവിടെ അത്രയും വളരെ മനോഹരമായിട്ട് ആയിരം ചന്ദ്രൻ പരിപൂർണമായി പ്രശോഭിച്ചതുപോലെ ദേവകി അമ്മ കണ്ടതുപോലെ നമ്മൾ കാണാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളും? ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ, ഫസ്റ്റ് എലിജിബിലിറ്റി നമ്മൾ പറഞ്ഞു. നമുക്ക് വേണ്ടത് ഇവര് പറഞ്ഞിരിക്കുന്നതിനെ പരിപൂർണമായി നമ്മൾ വിശ്വസിക്കണം. കാര്യം ഈയാമ്പാറ്റയ്ക്ക് അറിയത്തില്ല 100 വർഷം മനുഷ്യൻ ആയുസ്സുണ്ടെന്നുള്ള. ഒരു പുഴുവിനറിയത്തില്ല ചിത്രശലഭത്തിന്റെ സൗന്ദര്യം എത്രയാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്കൊരിക്കലും അറിയത്തില്ല ഭഗവാന്റെ അതീന്ദ്രിയമായ വിഭൂതികൾ സാധാരണ മനസ്സിൽ. അപ്പം പൃഥുമുനി ഭഗവാനെ എങ്ങനെ കണ്ടുവോ, ദേവകി അമ്മ ഭഗവാനെ എങ്ങനെ കണ്ടുവോ, ദേവകമ്മയുടെ ഉദരത്തിൽ ഭഗവാനെ എങ്ങനെ കിട്ടിയോ, അതെല്ലാം നമ്മൾ അത്ഭുതമായി നമുക്ക് തോന്നാം. പക്ഷേ വളരെ ഭഗവാനെ നമുക്ക് കിട്ടും. വളരെ ലളിതമാണ്. കലിയുഗത്തില് എങ്ങനെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ട് പോയി, നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം സന്നമാമി ഹരിം പരം. അപ്പൊ ആദ്യം പറഞ്ഞു ഭഗവാനെ സറണ്ടർ ചെയ്യണം. സൂതഗോസ്വാമി ഗ്ലോറിഫൈ ചെയ്തതുപോലെ ഭഗവാനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യണം. പിന്നെ പറഞ്ഞു നമ്മൾ ഭഗവാന്റെ നാമം ചെയ്യണം. പിന്നെന്താ പറയുന്നത്? പിന്നെ കൃഷ്ണ ബാരോദോയോമായി കോരി ബാരി ജഹോജായ് സ്വപ്രസാദ അന്നതിലോ ഭായ് സേ പ്രസാദ അന്ന പാവോ രാധാ കൃഷ്ണ ഗുണ ഗാവോ. പിന്നെന്താ ചെയ്യേണ്ടത്? നമ്മൾ കൃഷ്ണ ബാരോദോയോമായി കോരി ബാരി ജിഹോജായ് സ്വപ്രസാദ അന്നതിലോ ഭായ് സേ പ്രസാദ അന്ന പാവോ രാധാ കൃഷ്ണ ഗുണാഗാവോ രാധാ കൃഷ്ണ ഗുണാഗാവോ. എന്താ ചെയ്യേണ്ടത്? ഭഗവാനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ശുഭമാതാജി എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? രാധാകൃഷ്ണ ഗുണഗാ. ഭഗവാന്റെ പ്രസാദം കഴിക്കണം. ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ നിവേദ്യം, ഭഗവാന് നിവേദ്യം സമർപ്പിച്ചിട്ട് രാധാകൃഷ്ണ ഗുണഗാവു. നമ്മള് പ്രസാദം ഇല്ലാത്തത് കൊണ്ട് പ്രസാദ മന്ത്രം എല്ലാം നമ്മൾ മറന്നുപോയി. പ്രസാദ മന്ത്രമെല്ലാം മറന്നുപോയി. ഇതാണ്
ബേസിക് എക്സർസൈസ്. ഭഗവാന്റെ അതീന്ദ്രിയ ലീലകളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സൂതഗോസ്വാമിയൊക്കെ ഭഗവാനെ സ്തുതിച്ചതുപോലെ, പിന്നെ ചതുശ്ലോകം നമ്മൾ വായിച്ച് പഠിച്ചിട്ട് അർജുനൻ സ്തുതിച്ചു. എന്താണ്? ചതുശ്ലോകം കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചല്ലോ. ചതുശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകം 8, 9, 10, 11 എന്താണ്? ലാസ്റ്റ് ശ്ലോകം. തേഷാം ഏവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഃ നാശയാമ്യാത്മഭാവസ്തു ജ്ഞാനദീപേന പാസുത. അവരിൽ സവിശേഷ അനുകമ്പയോടെ ഞാൻ ഹൃദയസ്ഥനായിട്ട് ജ്ഞാനദീപം കൊണ്ട് അവരുടെ അജ്ഞാനജന്യമായ തപസ്സിനെ അകറ്റും എന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് അർജുനൻ സറണ്ടർ ചെയ്യുന്നു. അവിടെ എന്താണ് അർജുനൻ പറയുന്നത്? അർജുനനും ഗ്ലോറിഫൈ ചെയ്യാൻ പോയി. പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ആഹുസ്താമുഷയ സർവേ ദേവശ്ചിർനാരദസ്തഥാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീഷ്യമേ. അർജുനൻ പറഞ്ഞു, അങ്ങ് പരമ ദിവ്യോത്തമ പുരുഷനാണ്, പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷതത്വവും ഭഗവാൻ തന്നെ, സനാതനനും അഭൗതികനും ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും ഞാൻ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നേ? നാരദ മഹർഷി പറഞ്ഞിരിക്കുന്നു. അതാണ് സൂതഗോസ്വാമിയും പറഞ്ഞത്. ഇന്ദ്രനും വരുണനും ചന്ദ്രനും ബ്രഹ്മാവും ഒക്കെ പറയുന്നു, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ആദിപുരുഷനും അജനും മഹാനുമാണ് അങ്ങെന്ന് ദേവർഷിയായ നാരദനും അസിതൻ, ദേവലൻ, വ്യാസൻ മുതലായ എല്ലാ ഋഷികളും ഊന്നിപ്പറയുന്നു. അപ്പോൾ അങ്ങ് സ്വയം എന്നോടും ഇത് വ്യക്തമായി പറയുകയും ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കിത് വിശ്വാസം വരണമെന്നുണ്ടെങ്കിൽ, വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വിശ്വാസം വരണം, ഇത് ശരിയാണോ എന്ന് നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി എക്സർസൈസ് ചെയ്യണം. ഈ പറയുന്നത് പോലെ ഇവരെ സിമ്പിളായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അതുവഴി സ്തുതിക്കുക, നാമസങ്കീർത്തനം ചെയ്യുക, സത്സംഗങ്ങൾ കൂടുക, ഭഗവത്ഗീത ഭാഗവതം വായിക്കുക. പിന്നെന്താ? രാധാകൃഷ്ണ ഗുണാഖാവൂ കൃഷ്ണ ബാരോ ദോയോമോയ് ഒരി ബാരെ ജിഹോ ജായ് സ്വപ്രസാദ അന്നദിലോ ബായ് സേ പ്രസാദ അന്ന പാവൂ രാധാകൃഷ്ണ. മസ്റ്റാണ്. ഭഗവാന്റെ നിവേദ്യം കഴിച്ച് മാത്രമേ. വെറും ഹിപ്പികൾ, ഒരു വിവരവുമില്ലാത്ത ഹിപ്പികളുടെ മധ്യത്തിൽ പോയി ശീലപ്രഭുപാദര് പ്രസാദം കൊടുത്തുകൊണ്ട് മാത്രം അവരെ നേർവഴിക്ക് കൊണ്ടുവന്നു. വിത്ത് എവിഡൻസ് ആണിത്. അപ്പൊ ഇത് കള്ളക്കഥ പറയുന്നതല്ല, ഇത് എവിഡൻസ് ആണ്, തെളിവ് സഹിതമാണ് പറയുന്നത്. അപ്പം ഇത് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവുമ്പോൾ 9ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം പ്രഭുപാദർ എഴുതിയിരിക്കുന്ന ഭാവാർത്ഥം ഹരേ കൃഷ്ണ. അപ്പം 9ാമത്തെ ശ്ലോകത്തിന്റെ പ്രഭുപാദരുടെ ഭാവാർത്ഥം ഹോംവർക്ക് ആവുകയാണ്. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പിട്ട് ഇന്ന് ആരാണ് പാട്ട് പാടാൻ പോകുന്നത്? ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞിരുന്നു പ്രഭു, എന്തായിരുന്നു ഹോംവർക്ക്? ഈ ഭാവാർത്ഥം ജന്മകർമ്മചമേ ദിവ്യം യോ വേദി തത്വദഃ ത്യക്ത്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോ അർജുന. അതിന്റെ ഭാവാർത്ഥം വായിക്കുക, അതിന്റെ സമ്മറി ഒരാൾ പറയണം. അടുത്ത ആഴ്ച നമ്മൾ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഒരു ചാപ്റ്റർ വായിക്കുമെന്ന് പറഞ്ഞത് മറന്നുപോയി. ഓക്കെ, അടുത്ത ആഴ്ച നമുക്ക് ചെയ്യാം. അത് അതെ, ഇന്ന് ഒരുപാട് സമയം സുശീം പ്രഭു പറയുന്നു. അതെ, 7, 8, 9 കവർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ നമ്മൾ എന്നും പിരിയുന്ന സമയത്തിൽ നിർത്തും. ഒരു ചാപ്റ്റർ വായിച്ചില്ല, അത്രയേ ഉള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 7, 8, 9 പോകണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാജീവ് പ്രഭു ഒക്കെ പറയുമ്പോൾ നമുക്ക് സ്പീഡപ്പ് ചെയ്ത് പോകണമെന്നൊരു ഇച്ഛ എനിക്കും വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പിട്ട് ഇന്നൊരു പാട്ട് ആര് പാടും? ആര് പാടും പാട്ട്?
അവൈലബിൾ PB ആരുണ്ട്? പാടാൻ അറിയുന്നവർ പാടട്ടെ. ആമി പാടുന്നുണ്ടോ ഒരു പാട്ട്? ഓക്കെ റെഡി അല്ല. ഓക്കെ വിസ്മയ, ഹരേ കൃഷ്ണ. വിസ്മയ എവിടെ? നോക്ക്, വിപിൻ പ്രഭുവിന്റെ ഇത് ഓഫ് ചെയ്തിട്ട് വിസ്മയ അടുത്ത് വന്നിരിക്കുക. വിസ്മയ റെഡി അല്ല പ്രഭു. നന്നു എവിടെ? എക്സാം ആയതുകൊണ്ട്. ഓക്കെ, നന്നുനും എക്സാം ആണ്. ഓക്കെ, അപ്പം ഞാൻ സുരേഷ് പാടാം. ഓക്കെ സുരേഷ് ഗോപി പ്രഭു. No, സുരേഷ് ഗോപി പ്രഭു പാടട്ടെ. He is not. Yeah. മാതാജി പാടിക്കോളൂ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പാടാം, പിന്നീട് പാടാം. Okay. ఏ తీరుహనను దయజో చెడవు ఇనవం సోతమ రామా. ఏ తీరుహనను జయచో చెడవు ఇనవం సోతమ రామా. నాటరమా భవ సాగర నీదను నళినదలే క్షణ రామా. శ్రీ రఘునందన సీతారమణ శ్రిత జన పోషక రామా. ಕಾರುಣ್ಯಾಭವ ಭಕ್ತವರದ ನಿನು ಕನ್ನಡಿ ಕಾಣು ಪುರಾಮ. క్రూర కర్మములు నేరక చేసి నేరములెంచకు రామా. క్రూర దారిద్ర్యము పరిహారము సేయవే దైవ శిఖామణి రామా. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി പ്രഭു. ആരോ മിസ്സായിട്ടുണ്ടല്ലോ പ്രഭു. ഞാൻ പിന്നീട് പാടാം പ്രഭു. ഞാൻ അടുത്ത പ്രാവശ്യം പാടാം. കാരണം എന്റെ അമ്മയുടെ ചടങ്ങാണ് നാളെ മറ്റന്നാളുമായിട്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും. അതെ. ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ രാമ രാമ ഹരേ ഹരേ. സുശീം പ്രഭു, നമ്മൾ ഇന്ന് പറഞ്ഞതിനോടനുബന്ധിച്ചല്ലാതെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ആ ഭാഗവതം വായിച്ചിട്ടേ നമ്മൾ ഇന്നലെയും പറഞ്ഞില്ലായിരുന്നു. തൃതീയ കുറച്ച് ലോങ് ആണ് പ്രഭു, അതൊരു ചാപ്റ്റർ ഉണ്ട്. അല്ല, കുറച്ച് പറയാമല്ലോ. ഇന്നിപ്പോ അതേ സമയമായിപ്പോയി. ഒരുപാടുണ്ട്. അതൊരു ചാപ്റ്റർ, ഫുൾ ചാപ്റ്റർ ആണത്. ഒരു ചാപ്റ്റർ ആണത്. അതിന്റെ പപ്പട്ട് വായിച്ചാൽ തന്നെ അത് തീരൂല. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച അതാ മാത്രമാക്കാം. അത് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അങ്ങനെ നടക്കും. നല്ലത്. അത് സാധാരണ ബദ്ധാത്മാക്കളെയാണ് അത് പറയുന്നത്. അവരുടെ കാര്യമാണ് പറയുന്നത്, നമ്മളെ കാര്യമല്ല. അപ്പം ആത്മാക്കളുടെ സഞ്ചാരത്തെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചു നോക്കി ഇന്ന് രാവിലെ. ഓക്കെ. ശ്രീമദ് മഹാഭാഗവതത്തില് തൃതീയ സ്കന്ധത്തില് ആത്മാവിന്റെ ഈ 16 ദിവസ സഞ്ചാരങ്ങളും ഒക്കെ അതിനെപ്പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പം അതിനകത്ത് ബദ്ധാത്മാക്കളുടെ കാര്യമാണ്. ബദ്ധാത്മാക്കളുടെ കണ്ടീഷൻഡ് സോളിന്റെ യാത്രയാണ്, നമ്മളെ യാത്ര അല്ല. അതുകൊണ്ട് അത് അത്ര കാര്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ നോക്കാം. ഓക്കെ, അതാണ് പ്രശ്നം. അപ്പം ശരി. സാധാരണ ജീവിക്കുന്ന ആളുകൾ. അപ്പം ഇന്നത്തേക്ക് ഉള്ള വായിച്ചതിൻ്റെ ഉള്ള നമുക്ക് വാദപ്രതിവാദങ്ങൾ നോക്കാം കുറച്ച് സമയത്തേക്ക്. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഭഗവാന്റെ അവതാരങ്ങൾ വരട്ടെ.
അവൻ എപ്പോ വേണം അവതരിക്കാമെന്നല്ലോ. അപ്പൊ കൽക്കിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു വന്നല്ലോ ഇടയിൽ. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചൈതന്യ മഹാപ്രഭു പറയുന്നത് ഫോളോ ചെയ്യുന്നു. അതാണല്ലോ എളുപ്പം. അതെ 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 അതെ, ലോജിക്കലാണ്. 400 വർഷം ചൈതന്യ മഹാപ്രഭു പറയുന്നത് കേൾക്കുക. സത്യം ഇതാണ് കാര്യം. എല്ലാവരും ആചാര്യന്മാര് പറഞ്ഞതാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് മാത്രമാണ് ഇപ്പം ആദ്യം ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. എന്നെ പോലെ വന്നിരിക്കുന്ന ഒരു ജനമോ അല്ലെങ്കിൽ സുശീം പ്രഭു അല്ലെങ്കിൽ സാധാരണ ഒരു മനുഷ്യൻ പറയുന്നതാണോ ഭൗതികമായി സിദ്ധാന്തങ്ങളുമൊക്കെ ആയിട്ട് അവരവരുടെ ബ്രെയിനിൽ കൊണ്ടുവന്ന് പറയുന്നതാണോ കേൾക്കേണ്ടത്, അതോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതാണോ കേൾക്കേണ്ടത്? എന്താണെങ്കിലും ഒരാൾ പറയുന്നത് കേൾക്കണം. ആരും പറയുന്നത് കേൾക്കാൻ നടക്കുന്ന ആളിനെ എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ തോന്നിവാസികളാകാൻ പാടില്ല. ഒരാൾ പറയുന്നത് കേട്ടേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അവിടെ ആര് പറയുന്നത് കേൾക്കണമെന്നാണ് ചോയ്സ്. അവിടെ ആ ഭഗവത്ഗീതയും ഭഗവാൻ അർജുനോട് പറയുന്നത്, ഞാൻ നിന്റെ അടുത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ നിർവചനങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് അവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പരാതികളൊന്നുമില്ല. പക്ഷേ അവരുടേതായ ലോകത്തിൽ പോകും. എൻ്റെ അടുത്ത് വരുന്നവൻ എൻ്റെ ധാമത്തിൽ വരും. എൻ്റെ ധാമത്തിൽ വരുന്നു കഴിഞ്ഞാൽ ഇന്ന സുഖസൗകര്യങ്ങളുണ്ട്. അവരെക്കാലത്തും അത് ബ്രേക്ക് ആവാതെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സംഖ്യ കുറെ വർഷം കഴിയുമ്പോൾ വീണ്ടും പോയി മലം തിന്നാൻ വേണ്ടിയിട്ട് വീണ്ടും ഭൂമി ജനിക്കേണ്ടി വരും. പക്ഷെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ മലം തീനിയാവേണ്ട. അപ്പം നമ്മൾ ആ ചോയ്സ് എടുക്കേണ്ടത്. അപ്പം രണ്ടാമത് ഇന്ന് നമ്മൾ മലം തീനിയാവാൻ പോകണോ അതോ ഭഗവാനുമൊത്ത് ലീലകളാടി ചിരിച്ച് ഭഗവാനെ സേവനം ചെയ്ത് നിൽക്കണോ എന്നുള്ള ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. അപ്പം ആ എക്സാമ്പിൾസ് ആണ് ഭാഗവതം കാണിച്ചു തന്നിരിക്കുന്നത്. മഹാനായ ശാസ്ത്രജ്ഞന്മാര്, ഭഗവാനെ കണ്ടവര്, ഭഗവാന്റെ ഭക്തന്മാര് ഭഗവാനെ കണ്ടിട്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്തുടരുക. ഇതിനകത്ത് വേറൊന്നുമില്ല. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. ജയപ്രകാശ് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം. ദുഷ്കൃതികളെ നിഗ്രഹിക്കാൻ ഭഗവാന്റെ അവതാരത്തിന്റെ ആവശ്യമുള്ള ഒരു വൈറസിനെ അയച്ചാൽ മതി. സത്യം. നോട്ട് ദ പോയിന്റ്. അപ്പം അനുഗ്രഹിക്കാനാണ് ഭഗവാൻ വരുന്നത്, നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടല്ല. രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ പോയിന്റ് ആണ്, വാലിഡ് പോയിന്റ് ആണ്. ഈ ഞാനീരുകളെ കൊല്ലാൻ ഭഗവാൻ നേരിട്ട് വരേണ്ട വല്ല ആവശ്യമുണ്ടോ? നിങ്ങളെ തമ്മിൽ പരസ്പരം കൂട്ടിയടിപ്പിക്കാൻ മതി, അവർ നിങ്ങൾ തീർന്നോളൂ. യദുകുലം മൊത്തം ഭഗവാന്റെ സ്വന്തം കുലമായ യദുവംശം മുഴുവൻ തമ്മിൽ അടുപ്പിച്ച് നശിപ്പിച്ചിട്ടാണ് ഭഗവാൻ ഇവിടുന്ന് പോയത്. ഭഗവാൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഭക്തനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാൻ ഇവിടെ എത്തും. നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. പ്രഭു, ഈ വൈറസ് ഭഗവാൻ വിട്ടതല്ല, ചൈന വിട്ടതാണ്. ഞാൻ പറഞ്ഞത് ഭഗവാൻ അറിയാതെ പോവില്ല എന്ന് പറഞ്ഞതാണ്. ഭഗവാൻ അറിയാതെ ഭഗവാൻ അറിയാതെ ചൈനക്ക് വിടാൻ പറ്റൂല. ഓക്കെ, അതൊന്നും ചൈന ഒരു നിമിത്തമായെന്നേ ഉള്ളൂ. അപ്പം ഭഗവാൻ അറിയാതിരിക്കാൻ പറ്റൂല, ഭഗവാൻ അറിയും. അപ്പൊ അതിനകത്ത് അവിടെയാണ് ലാസ്റ്റ് തീരുമാനം. ഇതിനകത്ത് ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഭഗവാനായിരിക്കും ഒരു പക്ഷെ. അതായിരിക്കാം. ഓക്കെ, അതും സംഭവിച്ചു. അത് എല്ലാരും മരിക്കുന്നില്ല, എല്ലാരും ആ ഒരു ഡിസിഷൻ ഒരു പക്ഷേ ഭഗവാനായിരിക്കും എടുക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഈ രാജ്യത്തെ മരണ റേറ്റ് കുറവാണ് ഈ വർഷം. ഈ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും റേറ്റ് കുറവാണ്. സാധാരണ മരിക്കുന്ന എണ്ണം മരിക്കുന്നില്ല. അതാണ് സത്യം. അതുകൊണ്ട് ജനസംഖ്യ കുറയുമെന്ന് വിചാരിക്കണ്ട വൈറസ് കാരണം. ഭൂമിദേവി പരാതിപ്പെട്ടിട്ടില്ല. ഇല്ല, അതല്ല, ഇതൊരു
ബാലൻസ്ഡ് ആണ് വന്നൊരു അസുഖം അത്രേ ഉള്ളൂ. ആരൊക്കെയോ സമയമായോ അവര് വന്ന് അവർക്കത് കാരണമാവുന്നേ ഉള്ളൂ. അതെ അതെ. ചില ഏരിയകളിൽ അത് കുറച്ച് മരിക്കുന്നുണ്ട്. അതെ അതെ അതെ. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വന്നേനെ, റോഡ് ആക്സിഡൻസ് വരുന്നു, അതൊക്കെ കുറയുന്നു, അതിന് പകരം ഇങ്ങനെ വരുന്നു. മരിക്കാൻ സമയമാവുന്നവർ വരാം, മരിക്കാം, അങ്ങനെ ആയിരിക്കാം. ഭദ്രയ്ക്ക് വിശക്കൊന്നു പോയി. ഭദ്രരാജ് നമ്മളെന്തായാലും 8:15 സമയമായിട്ട് ഇരിക്കുന്നു, ക്ലോസ് ചെയ്യാം, കുഴപ്പമില്ല. രാജീവ് പ്രഭു പറഞ്ഞോളൂ. എന്താ പറയാ, നമ്മള് ഭഗവാൻ അനുസരിച്ച് ജീവിക്കുക. ഭഗവാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭഗവാൻ തന്നെ ശരണം ഇപ്പോ. അതെ അതെ. അപ്പം ഭഗവാനെ അനുസരിച്ച് ജീവിക്കണം എന്നൊരു ഇച്ഛ ആദ്യം വരണം. അപ്പം പിന്നെ ഭഗവാന്റെ ആ ചിന്തകൾ വീണ്ടും മറ്റ് പിന്നെ എന്താ പറയുക കണ്ടംനേഷൻ കൂടാതെ നമുക്ക് എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കണം എന്നുണ്ടെങ്കിലുള്ള ബേസിക് എക്സർസൈസ് ആണ് നാമജപം എന്ന് പറയുന്നതും പിന്നെ നമ്മൾ ഭാഗവതം അതേപോലെ നിവേദ്യം പഠിക്കുന്നത് എക്സർസൈസ്. നമ്മൾ ശരീരത്തിനെ എങ്ങനെ ബലമായിട്ട് കൊണ്ടുപോകാൻ എക്സർസൈസ് ചെയ്യുന്നുവോ അതുപോലെ ആത്മാവിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സർസൈസ് ആണ്. ആ എക്സർസൈസ് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചാൻറ്റിങ് ഒരു എക്സർസൈസ് ആണ്. നിരന്തരമായി പാട്ട് പാടുമ്പം ഒരു കുട്ടി അത് ശ്രദ്ധിച്ചിട്ടല്ല, നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങൾ നമ്മുടെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിയും. എന്തുകൊണ്ടാണ്? നിരന്തരമായ ശബ്ദം കേട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ. ഹരേ കൃഷ്ണ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സമയം പോകും. വിപിൻ പ്രഭു ഹരേ കൃഷ്ണ. ഹരേ പ്രഭു എന്താ പറഞ്ഞോളൂ. ഒന്നുമില്ല പ്രഭു. അടുത്ത ആഴ്ച പ്രഭു ഒരു കാര്യം ചെയ്യണേ. ദേവോ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രസ്യ നമാമി യാനി കർമാഭിയേകസ്യ ദേവസ്യ സേവ ത്വമേവ മാതാ ച പിതാ ത്വമിദ്യാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശ നാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. വസുദേവ സുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായനി മഹാമായേ മഹായോഗിനി അധീശ്വരി നന്ദഗോപസുതം ദേവീം പരിതമ്മേ കുരുദേ നമഃ. ശ്രീകൃഷ്ണ ശരണം മമ ദാസോഹം കൃഷ്ണ തവാസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അപ്പം കുട്ടികൾക്ക് വേണ്ടിയും എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം നല്ലതുപോലെ ഭഗവാൻ ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ കൊടുത്ത് പേപ്പറിലും അത് പ്രതിഫലിക്കട്ടെ, ചോദ്യോത്തരങ്ങൾ ശരിയായി വരട്ടെ. നമുക്ക് 100 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. സർവസ്യാഹം ഹൃദസന്നിവിഷ്ടോ മത്ത സ്മൃതിജ്ഞാനം അവോഹനം ച വേദേച്ച സർവീരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. കൗണ്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പിട്ട് എന്തെങ്കിലും ഒരു പോയിന്റ് സുശീം പ്രഭുവിന്റെ അടുത്ത്. എന്നോടോ? യെസ്. എന്തെങ്കിലും കാണും. പടക്കം പൊട്ടിക്കുന്നതിൽ എന്തെങ്കിലും സുശീം പ്രഭുവിനെ കാണും പറയാം. ഞാനിവിടെ ഭാഗവതം വായന നടക്കുന്നുണ്ട്. ഞാനിന്ന് വായിച്ചിരുന്നു അത് മൊത്തം. അപ്പം അത് എനിക്ക് മനസ്സിലായത് നമ്മളെ ഇടയിൽ അത് ഡിസ്കസ് ചെയ്യേണ്ട ഒരു വിഷയമല്ല. അതൊരു സാധാരണ സാധാരണ നമ്മളെ കൺവെൻഷണൽ ഭൗതികവാദിയുടെ കാര്യമാണ് അത് പറയുന്നത്.
അതുപോലെ തന്നെ അടുത്ത ജന്മത്തിലേക്കുള്ള ഒരു ട്രെയിനിങ് നരകത്തിൽ കിട്ടും എന്നാണ്. ഇപ്പം എന്തൊക്കെയാണോ വരാനുള്ളത് അതിനുള്ള ഒരു ചെറിയ ഷോർട്ട് ട്രെയിനിങ് കൊടുത്താണ് ഇങ്ങോട്ട് വിടുന്നത് എന്നുള്ളത് അത് അതിൽ പറയുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് ഇത് ഏത് ജീവിയായിട്ട് വന്നാലും അത് എളുപ്പമായിരിക്കും. അപ്പൊ ആ ഒരു ട്രെയിനിങ് അവിടെ കൊടുക്കും എന്നും കൂടെ അതിനകത്ത് പറയുന്നുണ്ട്. വളരെ കഷ്ടമാണ്, അത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് വായിച്ചാൽ. അത് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് നോക്കിയിരുന്നത്. അപ്പം ഞാനിപ്പോ തോന്നിയൊരു കാര്യം നിർത്തുന്നതിന് മുമ്പോട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇനി അടുത്ത ജന്മം വേണമെന്നുള്ള ഭാവനയുടെ പറഞ്ഞത് കൊണ്ടാണ്. കാര്യം ഈ അല്ല അത് പറഞ്ഞത് മഹാരാജ് പറഞ്ഞത് കണക്ക് അടുത്ത ജന്മം ആലോചിച്ചാൽ ഇത് വായിച്ചാൽ വലിയ വിഷമാവും. അപ്പൊ അതാ ഞാൻ പറഞ്ഞു, ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഉദ്ദേശിച്ചത്. അതായത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ആത്മാവിനെ പിടിച്ചിട്ട് ചിന്തിക്കണം. നായയുടെ ഒരു ശരീരത്തിലേക്ക് കൊണ്ട് കയറ്റി വെക്കുമ്പം ആദ്യ ദിവസം എന്ത് കഷ്ടമായിരിക്കും. കാര്യം ഈ ആത്മാവ് ഈ ശരീരത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ട്രെയിനിങ് പിന്നെ കൊടുക്കേണ്ടത്. ട്രെയിനിങ് അവിടുന്ന് കൊടുത്തിട്ടാ വിടുക. അതെ. അപ്പം ആദ്യത്തെ ദിനങ്ങൾ വലിയ കഷ്ടമായിരിക്കും. എളുപ്പം പറ്റും. ആദ്യത്തെ ദിനങ്ങൾ ഭയങ്കര കഷ്ടമായിരിക്കും. അല്ല അവര് ഓരോ ജീവിയും അത് ആ ജന്മം സന്തോഷമായി ഇരിക്കുന്നതിന്റെ കാരണം അത് അവിടെ ഒരു ട്രെയിനിങ് കൊടുത്ത് വിടുന്നോണ്ടാണെന്നാണ് പറയുന്നത്. അല്ല എനിക്ക് തോന്നിയത് അപ്പൊ ആ ട്രെയിനിങ് പീരീഡ് ഇത്തിരി കഷ്ടമായിരിക്കും. കാര്യം സ്വതന്ത്രമായി അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ഈ നായയുടെ ശരീരത്തിൽ കയറ്റി വെക്കുമല്ലേ. അതെ. ഈ മിലിറ്ററി ട്രെയിനിങ് മാതിരിയായി ഭയങ്കര പ്രയാസമായിരിക്കും. അതാണ് പന്നിയുടെ കാര്യം പറയുന്നുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച്. അത് ട്രെയിനിങ് കൊടുത്തിട്ടാണ് വിടുന്നത്. അതുകൊണ്ടാണ് പന്നി ഹാപ്പി ആയിട്ട് ഇവിടെ വന്നത് കഴിക്കുന്നത്. അതാണ് ഭയങ്കര മാരകമാണ് സംഭവം. അതൊക്കെയാണ് അതിനകത്ത് പറയുന്നത്. എന്തായാലും കൊള്ളാം. ഹരേ കൃഷ്ണ. ജന്മകർമ്മജമേ ദിവ്യം. ശീല പ്രഭുപാദരുടെ ഈ പർപ്പട്ട് ദയവായി എല്ലാവരും വായിക്കണം. വായിച്ചു എല്ലാവരും ഒന്ന് ഇട്ടാലും നല്ലത്. കാര്യം പ്രഭുപാദരുടെ ഒരു 100 സ്പീച്ച് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 90 സ്പീച്ചിലെങ്കിലും ജന്മകർമ്മജമേ ദിവ്യം കാണാം. എടുത്തെടുത്ത് പറയും. അത്രയും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ഇവിടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. പ്രഹ്ലാദ് ചേട്ടാ ഹരേ കൃഷ്ണ. താങ്ക് യു. ഭാസ്കരൻ പ്രഭു മാതാജി അവിടെ നിപ്പുണ്ട്. ഹരേ കൃഷ്ണ. കണ്ടു. ജയപ്രകാശ് പ്രഭു, അമൃതമാതാജി ഹരേ കൃഷ്ണ. കീർത്തന ജിത്തു ഹരേ കൃഷ്ണ. രാജീവ് പ്രഭു, ശുഭമാതാജി, നന്നു, നന്ദന ഹരേ കൃഷ്ണ. വിസ്മയ, വിപിൻ പ്രഭു മാതാജി ഹരേ കൃഷ്ണ. ശില്പ മാതാജി ഹരേ കൃഷ്ണ. മകൻ ഇവിടെ ഉണ്ടോ അതോ പോയിട്ടുണ്ടോ? എങ്ങനാ? മകനുണ്ട് ഇവിടെ. ഡിസംബർ വരെ ഉണ്ടാവും. ഐ തിങ്ക് ഓൺലൈൻ ക്ലാസ്സസ് ആണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മകൾക്കും ഡിസംബർ വരെ ഓൺലൈൻ ക്ലാസ്സസ് ആണോ? എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെയാണോ?